ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ കബറങ്ങ കത്തിക്കാനുള്ള മെഴുകുതിരി, അതുപോലെ റാസ വരുമ്പം കത്തിച്ച് വെക്കാനുള്ള മെഴുകുതിരിയൊക്കെ വാങ്ങിക്കാനായിട്ട് കട വരെ പോയതാണ്. അപ്പോൾ പള്ളിയുടെ വാതിക്കൽ തന്നെയാണ് കട കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിങ്ങോട്ട് വന്ന വഴിക്ക് പെരുന്നാളിൻ്റെ ആ ഒരു വൈബ് ഒന്ന് ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചേട്ടോ. പള്ളിയിൽ റിക്കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ദേ ചിന്തിക്കടകൾ വന്നു, അതുപോലെ ഉഴുന്താട വിൽപ്പനക്കാർ വന്നു. പിന്നെന്താ, നമ്മുടെ ദേ ശവക്കോട്ടയിലെ കവറുകളൊക്കെ നല്ല പെയിൻ്റ് അടിച്ചു. ഇതെന്താണെന്ന് ചോദിച്ചാൽ അപ്പം ചൂടാനുള്ള അരി പൊടിപ്പിക്കാൻ പോയതാ കേട്ടോ. അപ്പോൾ അതാ അമ്മയും കുഞ്ഞമ്മയും കരോട്ടമ്മയും എല്ലാവരും കൂടി ദേ അപ്പത്തിന് കുഴച്ച് വെച്ചു. ഇനി ഇത് നമ്മുടെ തേങ്ങ അരച്ച് ചേർക്കാനുള്ളതായത്. കുഞ്ഞമ്മ ഇവിടെ നിന്ന് തകൃതിയായിട്ട് കറിക്കുള്ള പരിപാടികളാണ്. കരോട്ടമ്മ റെസ്റ്റ് എടുക്കാൻ പോണു. അപ്പം ദേ ഒരു ഉറക്കം കഴിഞ്ഞു. അവൻ എന്തെടുക്കുക, അവൻ എന്തോ ചെയ്യുക. അപ്പോൾ അതാ ഇതാണ് അപ്പത്തിന് കുഴച്ച് വെക്കുന്ന കേട്ടോ. കള്ളും ഒക്കെ ഒഴിച്ച് തേങ്ങായും ഒക്കെ ചേർത്ത് കുഴച്ച് വെക്കുക. ഇനി റാസയ്ക്കൊക്കെ പോകുന്നതിന് കുറച്ച് നേരം മുന്നേ ആയിരിക്കും ഇത് ചുടുന്നത് കേട്ടോ. അപ്പം ചുട്ട് തീർത്തിട്ടായിരിക്കും റാസയ്ക്ക് പോകുന്നത് എപ്പോഴും. ആദ്യം ചുടുന്ന അപ്പം നമ്മൾ പള്ളിക്ക് നേർച്ചയായിട്ട് എടുത്ത് വെക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കുകയുള്ളൂ കേട്ടോ. ഇതാണ് സ്റ്റൂവ്, ചിക്കൻ സ്റ്റൂവാണ് അപ്പത്തിൻ്റെ കറി. അപ്പം ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു. ഇത് നമുക്ക് റാസ വരുമ്പോൾ വിരിച്ചൊരുക്കി വെക്കാനായിട്ടുള്ളതൊക്കെ ഞാൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുമായിരുന്നു, വിളക്കും ഫോട്ടോയും ഒക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെ വഴിയിലേക്ക് വന്നു കേട്ടോ. ഇവിടെയാണ് നമ്മൾ വിളക്ക് വെക്കുന്നത്. അപ്പോൾ കരിയിലൊക്കെ തൂത്ത് കത്തിച്ച് അവിടെ എല്ലാം നിരപ്പാക്കുമായിരുന്നു. അപ്പം അപ്പുറത്തുമൊക്കെ ആൾക്കാർ കത്തിക്കുന്നുണ്ട് കരിയിലൊക്കെ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേന് ഇതേ അപ്പം ചൂടാനായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് കോരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം ചൂടിലൊക്കെ ഏകദേശം അവസാനിക്കാറായി. ഞങ്ങൾ എന്നിട്ട് താഴെ വഴിയിലേക്ക് ചെന്നു. അവിടെ എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പം എന്താ റാസ വരികയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. കരോട്ടമ്മയും കുഞ്ഞമ്മയും വന്നില്ല കേട്ടോ. കാരണം അവർക്ക് നടക്കാൻ മേലെ, ഇങ്ങോട്ട് ഇറങ്ങണമല്ലോ. പിന്നെ വണ്ടിയിലാണെങ്കിലും 2-3 വട്ടം ട്രിപ്പ് അടിക്കേണ്ടി വരും. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ ഒരു പള്ളിയിലേക്കേ വരുന്നുള്ളൂ, ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും അവിടെ ഇട്ടത്തൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വിളക്ക് വെച്ചത് കേട്ടോ. പെട്ടെന്നുള്ള ധൃതി പരിപാടിയായിരുന്നു. ഞങ്ങൾ റാസ വരാറായപ്പോഴത്തേന് ഇറങ്ങി വന്ന് താമസിച്ചു പോയി.
അപ്പോൾ റാസ വന്നു പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ പള്ളിക്കലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ട് വെക്കണമല്ലോ, നമുക്ക് താഴെ വഴിയിലല്ലേ കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ വിളക്കൊക്കെ കെടുത്തി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ നേരെ കബറിങ്കിലേക്കാണ് പോയത്. അച്ചാച്ചയുടെ കബറിങ്കിലും പിന്നെ അതുപോലെ നമ്മുടെ അപ്പയുടെ അപ്പച്ചനും അമ്മച്ചിയും ഇതാ കേട്ടോ അച്ചാച്ചയുടെ കബറ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ തിരി കത്തിച്ചു, അപ്പുറത്തും കത്തിച്ചു കേട്ടോ. എന്നിട്ട് അങ്ങേ അറ്റത്ത് കാണുന്ന വലിയ കബറ് കണ്ടോ, അതാണ് അപ്പയുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ. അങ്ങനെ ഞങ്ങൾ നേരെ റാസ വരാറായപ്പോഴത്തേന് മേളിലേക്ക് കയറി. പിന്നെ പള്ളിയിൽ നിന്ന് റാസയുടെ കൂടെ ഞങ്ങൾ നടക്കുകയായിരുന്നു കേട്ടോ, ബാക്കി പ്രദർശനത്തിന് കൂടിയായിരുന്നു. അപ്പോൾ ഇത് നേരെ തിരിച്ച് പള്ളിയിൽ കയറുന്ന റാസ. അങ്ങനെ രാത്രിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി ലേറ്റായി ഞങ്ങൾ വീട്ടിൽ വന്നത് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്, പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തെ കുർബാനയ്ക്കൊക്കെ പോയി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് ഇച്ചിരി നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പെരുന്നാളിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് കേട്ടോ അടുത്ത റാസ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ റെഡിയായിട്ട് ദേ ഇപ്പോൾ പള്ളിയിൽ വന്നു. അപ്പോൾ ഈ പൊട്ടാസ് പടക്കം ഉണ്ടല്ലോ, അത് ചിന്തിക്കടയിൽ നിന്ന് ജോകൂട്ടം വാങ്ങിച്ചിട്ട് പള്ളിയുടെ വാതിക്കൽ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കളിക്കുക. വേറെ കുറച്ച് പിള്ളേരും ഉണ്ടായിരുന്നു, അവരെല്ലാവരും കൂടി ഇങ്ങനെ എറിഞ്ഞ് കളിക്കുക കേട്ടോ. അപ്പം റാസ തുടങ്ങാറായില്ല, അപ്പം അതുവരെ അവൻ കളിച്ചോട്ടെന്ന് വെച്ചു. ഭയങ്കര ചൂടല്ലേ, അപ്പം ഒരു കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുക കേട്ടോ. അങ്ങനെ അതേ ഉച്ച കഴിഞ്ഞിട്ട് റാസ ഇറങ്ങാറായി.
അങ്ങനെ ദാ ഈ വർഷത്തെ പെരുന്നാൾ ഇതോടുകൂടി സമാപിക്കുകയാണ്. റാസ കഴിയുമ്പോൾ നേർച്ച വിളമ്പാണ്. അതോടുകൂടി ഈ വർഷത്തെ പെരുന്നാളും കഴിയും. പെരുന്നാളാഘോഷം എന്ന് പറയുന്നത് ഞങ്ങളെ ഇടവകക്കാർക്ക് മാത്രമല്ല, ഈ പ്രദേശത്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളാണ്. അപ്പം ഈ വർഷത്തെ പെരുന്നാൾ ഇതോടുകൂടി അവസാനിച്ചു. ഇനി വരുന്ന വർഷം അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.